Accounts of insurance companies. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് റവന്യൂ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ്. പ്രീവിയസ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവര് അത് കണ്ടു പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. ദെൻ റവന്യൂ അക്കൗണ്ടിൽ 4 ഷെഡ്യൂളുകൾ വരുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഷെഡ്യൂളുകൾ ഇല്ല. ബാക്കി വരുന്ന 11 ഷെഡ്യൂളുകളും ബാലൻസ് ഷീറ്റിലാണ്. അപ്പൊ ഷെഡ്യൂളുകൾ എഴുതിയതിന് ശേഷം വേണം നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ഓരോ ഷെഡ്യൂളുകളിലും വരുന്ന ഐറ്റംസ് നോക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ഫോർമാറ്റ് നോക്കാം. കാരണം ഷെഡ്യൂൾ എഴുതിയിട്ട് വേണം നമ്മൾ ബാലൻസ് ഷീറ്റ് എഴുതുന്നത്. അപ്പൊ ഷെഡ്യൂളിൽ ഏതൊക്കെ ഐറ്റംസ് വരുന്നു? ആദ്യത്തെ 4 ഷെഡ്യൂളും നമ്മുടെ റവന്യൂ അക്കൗണ്ടിൽ പോയി. ദെൻ 5th ഷെഡ്യൂൾ മുതലാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ വരുന്നത്. അപ്പൊ ഷെഡ്യൂൾ 5 വരുന്നത് ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടാവും ഇൻഷുറൻസ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ, അതാണ്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഇവിടെ നമുക്ക് ജനറൽ റിസർവോ കോണ്ടിൻജൻസി റിസർവോ അങ്ങനെ ഏത് റിസർവുകൾ തന്നിരിക്കുന്നു ആ റിസർവുകളെല്ലാം ഇവിടെ കാണിക്കാം. ദെൻ ഇതാണ് 6th ഷെഡ്യൂൾ. അപ്പോ 5th ഷെഡ്യൂൾ ഷെയർ ക്യാപിറ്റൽ ആണ്, റിസർവ്സും പിന്നെ സർപ്ലസും കൂടിയതാണ് 6th ഷെഡ്യൂൾ. ദെൻ 7th ഷെഡ്യൂളിലേക്ക് വരുമ്പോഴേക്കും കമ്പനി ബോറോയിങ്സ് എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ കമ്പനി ലോങ് ടേം ബോറോയിങ്സ് എവിടെന്നെങ്കിലും ഫണ്ട് കടമെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് കാണിക്കുന്നത്. നമ്മളിപ്പോ ഷെഡ്യൂൾ മാത്രമാണെന്ന് പറയണം, അതിന് ശേഷമാണ് നമ്മൾ ഫോർമാറ്റിലേക്ക് കിടക്കുള്ളൂ. അപ്പൊ 7th ഷെഡ്യൂളിൽ വരുന്നത് കമ്പനിയുടെ ബോറോയിങ്സ്. ഇപ്പൊ കമ്പനി എവിടെന്നെങ്കിലും ഒക്കെ ലോങ് ടേം ബോറോയിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. ദെൻ 8th വരുന്നത് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ്സിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ 8 എന്ന ഷെഡ്യൂളിലും, പോളിസി ഹോൾഡേഴ്സിന്റെ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ 8A എന്നും, അസറ്റ് ഹെൽഡ് ടു കവർ ലിങ്ക്ഡ് ലയബിലിറ്റീസ് ആണെങ്കിൽ 8B എന്നും സെക്ഷൻ തിരിച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു ഷെഡ്യൂൾ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പൊതുവെ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലോ ഡിബഞ്ചേഴ്സിലോ ഷെയർസിലോ ഒക്കെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടുകളാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഷെഡ്യൂളിൽ വരുന്നത്. ദെൻ ഷെഡ്യൂൾ 9 ലോൺസ് ആണ്. കമ്പനി കൊടുത്തിരിക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ്. കമ്പനി ചിലപ്പോ പോളിസിമേല് പാർട്ടീസിന് ഇൻഷുർഡിന് ലോൺ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മോർഗേജസ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഷെഡ്യൂൾ 9 വരുന്നത്. ദെൻ ഷെഡ്യൂൾ 10 എന്ന് പറയുന്നത് കമ്പനിയുടെ ഫിക്സഡ് അസറ്റ്സ് ആണ്. ഇത് നമ്മൾ ഡിപ്രിസിയേഷൻ ഒക്കെ അസറ്റ് ഓരോ അസറ്റിൽ നിന്നും ഡിപ്രിസിയേഷൻ ഡിഡക്ട് ചെയ്തിട്ട് കാണിക്കുന്നു. ഷെഡ്യൂൾ 11 എന്ന് പറയുന്നത് കമ്പനിയുടെ ക്യാഷും ബാങ്ക് ബാലൻസും കൂടിയാണ്. ദെൻ നെക്സ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ്. ഷോർട്ട് ടേം ആയിട്ട് കമ്പനി ഏതെങ്കിലും അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ അക്രൂഡ് പ്രീമിയം കിട്ടാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള സൺട്രി ഡെപ്റ്റേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് 12th ഷെഡ്യൂളിൽ കാണിക്കുന്നത്. ദെൻ 13th ഷെഡ്യൂൾ നമ്മൾ കറണ്ട് ലയബിലിറ്റീസ്. കമ്പനിക്ക് എന്തെല്ലാം കറണ്ട് ആയിട്ടുള്ള ലയബിലിറ്റീസ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ഉണ്ട്, അങ്ങനെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതാണ് കാണിക്കുന്നത്. ദെൻ പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊവിഷൻസ് എന്നുള്ള ഹെഡിൽ കാണിക്കും, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അങ്ങനെയുള്ളതൊക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള ഒരു ഐറ്റം, ഒരു ഷെഡ്യൂൾ വരുന്നത്. ഇത്രയും ഷെഡ്യൂളുകളാണ് വരുന്നത്. അപ്പൊ നമുക്കൊരു ഫോർമാറ്റ് ഷെഡ്യൂളിൽ വരുന്ന ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ഷെഡ്യൂളും എല്ലാം വീണ്ടും കാണിക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ നന്നായിട്ട്, അതായത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ആദ്യം നമുക്കൊന്ന് ഫോർമാറ്റ് നോക്കാം. ഈ ഫോർമാറ്റ് എഴുതുമ്പോഴും നമ്മൾ ഓർമ്മ വേണം, റവന്യൂ അക്കൗണ്ട് പോലെ തന്നെ ഷെഡ്യൂൾ ഉള്ള ഐറ്റംസും അതുകൂടാതെ അതിന്റെ താഴെ ഷെഡ്യൂൾ ഇല്ലാത്ത ഐറ്റംസും വരുന്നുണ്ട്. അതാണ് ഇൻഷുറൻസ് കമ്പനിയുടെ അക്കൗണ്ട്സിന്റെ പ്രത്യേകത. അപ്പോ സാധാരണ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോ വെർട്ടിക്കൽ ഫോർമാറ്റിലാണെങ്കിൽ തന്നെ നമ്മൾ ക്യാപിറ്റലും അല്ലെങ്കിൽ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് എഴുതി താഴെ അസറ്റ്സ് എഴുതുകയാണ് ചെയ്യാറ്. പക്ഷെ അതിൽ നിന്നും വ്യത്യാസമാണ് ഇൻഷുറൻസ് കമ്പനിയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 2 ഹെഡായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് സോഴ്സസ് ഓഫ് ഫണ്ട് എന്നും, അതായത് കമ്പനിക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് വന്നു എന്നുള്ളതും, ദെൻ ആ ഫണ്ട് കമ്പനി എങ്ങനെയൊക്കെ യൂസ് ചെയ്തു, അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഇങ്ങനൊരു വ്യത്യാസം ബാലൻസ് ഷീറ്റിലുണ്ട്. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ നമ്മൾ 2 ഹെഡായിട്ടാണ് കാണിക്കുക. ഒന്ന് സോഴ്സസ് ഓഫ് ഫണ്ടും, സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ ഫണ്ടാണ് കാണിക്കുക. ഇതിലും നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ദെൻ എന്തൊക്കെയാണ് ആ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സോഴ്സസ് ഓഫ് ഫണ്ട്, ഇവിടെ നമുക്ക് ലോങ് ടേം ഫണ്ട് മാത്രമേ കമ്പനി ഇവിടെ കാണിക്കുന്നുള്ളൂ. ഷോർട്ട് ടേം ഫണ്ട് കമ്പനി ലോങ് ടേം അസറ്റ്സ് എഴുതിയതിന് താഴെ
ഷോർട്ട് ടേം അസറ്റ്സിൽ നിന്നും ഷോർട്ട് ടേം ലയബിലിറ്റീസ്, അതായത് കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് ലെസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ലോങ് ടേം അസറ്റ്സ് എഴുതിയതിന് ശേഷം എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടെ സോഴ്സസ് ഓഫ് ഫണ്ടിൽ ലോങ് ടേം ഫണ്ടുകൾ മാത്രമേ ഇവിടെ കാണിക്കുന്നു. അപ്പൊ നമ്മള് സോഴ്സസ് ഓഫ് ഫണ്ട്, കമ്പനിക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് വന്നു എന്ന് നോക്കാം. ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടിൽ വരുന്നത് ഷെയർ ക്യാപിറ്റൽ. ദെൻ ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ എഴുതണം. നമ്മളെല്ലാം ഷെഡ്യൂൾ എഴുതിയതിന് ശേഷമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഏതൊക്കെ റിസർവുകൾ ഉണ്ട് അതിന്റെ കൂടെ സർപ്ലസും ആഡ് ചെയ്തിട്ട് അടുത്ത ഷെഡ്യൂൾ എഴുതണം. അതിന് താഴെ വന്നിരിക്കുന്നതാണ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ഇൻ ഫെയർ വാല്യൂ ചേഞ്ച് അക്കൗണ്ട്. അതായത് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന്റെ അതായത് വേറെ ഏതെങ്കിലും ഇക്വിറ്റി ഷെയറിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫെയർ വാല്യൂയിൽ വരുന്ന ചേഞ്ച് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മള് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് ഇവിടെ ഇടുക. ദെൻ പിന്നെ വരുന്നത് പുറത്തുനിന്ന് കമ്പനി ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ബോറോയിങ്സ് കമ്പനിക്ക് ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുക. അതാണ് ഷെഡ്യൂൾ 7. ഇനി ഷെഡ്യൂൾ 7ന്റെ താഴെ വരുന്നത് ലോങ് ടേം ഐറ്റംസ് ആണെങ്കിലും അത് ഷെഡ്യൂൾ ഇല്ലാത്ത ഐറ്റംസ് ആണ്. അതിന്റെ താഴെ വരുന്നതാണ് പോളിസി ഹോൾഡേഴ്സ് ഫണ്ട്. ഇവിടെ വരുന്നതാണ് പെൻഷൻ ഫണ്ട് വരും, സൂപ്പർ ആനുവേഷൻ ഫണ്ട്, പിന്നെ ലൈഫ് അഷുറൻസ് ഫണ്ട്. എന്താണ് ഈ ലൈഫ് അഷുറൻസ് ഫണ്ട്? ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ റവന്യൂ റെസീപ്റ്റ്സ്, അതായത് എക്സസ് ഓഫ് റവന്യൂ റെസീപ്റ്റ്സ് ഓവർ റവന്യൂ എക്സ്പെൻസസ് cannot be treated as income until actuarial valuation is completed എന്ന് പറയുന്നത്. അപ്പൊ അതായത് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നമുക്ക് നോർമലി നമ്മുടെ റവന്യൂ റെസീപ്റ്റ് റവന്യൂ എക്സ്പെൻസസിനേക്കാൾ എത്രത്തോളം കൂടുതലുണ്ടോ അതിന് നമ്മൾ ഇൻകം ആയിട്ട് പരിഗണിക്കും. എത്രത്തോളം ഇൻകം എക്സ്പെൻസിനേക്കാൾ കൂടി നിൽക്കുന്നു അതാണ് നമ്മുടെ കറക്റ്റ് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുക. പക്ഷെ ലൈഫ് ഇൻഷുറൻസിന് അങ്ങനെയല്ല. എക്സസ് ഓഫ് റെസീപ്റ്റ്സ് ഓവർ എക്സ്പെൻസ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വറിയൽ വാല്യുവേഷൻ കഴിയേണ്ടതുണ്ട്. അപ്പൊ എന്താണ് ഈ ആക്ച്വറിയൽ വാല്യുവേഷൻ എന്ന് പറയുന്നത്? അതായത് ആ ഫേമിന്റെ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ് ലയബിലിറ്റി ഓൺ പോളിസീസ് ആക്ച്വറി എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ അതുവരെ നമുക്കുള്ള എക്സസ്, അതായത് റെസീപ്റ്റ്സിന്റെ എക്സ്പെൻസസിന് മുകളിൽ റെസീപ്റ്റ്സ് എത്ര കൂടുതലുണ്ടോ ആ എമൗണ്ട് ഒരു ഫണ്ടിലേക്ക് മാറ്റിയിടുന്നു. അതാണ് ലൈഫ് അഷുറൻസ് ഫണ്ട്. ആ ഫണ്ട് ഇവിടെയാണ് വരുന്നത്. പോളിസി ഹോൾഡേഴ്സ് ഫണ്ടിന്റെ കീഴിലാണ് അത് വരുന്നത്. ഞാൻ ഇവിടെ റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യാറ് റവന്യൂ അക്കൗണ്ടിൽ. അതായത് എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞിട്ടുള്ള റവന്യൂ അക്കൗണ്ട്. ഒരു പ്രോബ്ലത്തിൽ നമ്മൾ റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് വരുന്ന എമൗണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സോഴ്സസ് ഓഫ് ഫണ്ട് ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടും. ദെൻ എന്തെങ്കിലും ഇവിടെ നമ്മള് നെക്സ്റ്റ് വരുന്നത് ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസ്, അതായത് ഇത് റവന്യൂ അക്കൗണ്ടിന്റെ ടോട്ടൽ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ദെൻ നെക്സ്റ്റ് വരുന്നു ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് ആണ്. അപ്പൊ നമുക്ക് ലോങ് ടേം ഫണ്ട് കിട്ടിയത് ഒന്ന് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നാണ്, പിന്നെ ഉള്ളത് പോളിസി ഹോൾഡേഴ്സിന്റെ ഫണ്ട് ഉണ്ട്, ബോറോയിങ്സ് ഉണ്ട്. ഇത് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? അതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അവിടെയും നമ്മൾ കറണ്ട് ലയബിലിറ്റി കാണിച്ചിട്ടില്ല. കറണ്ട് ലയബിലിറ്റി ഇനി നമുക്ക് കാണിക്കാനുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഈ ലോങ് ടേം ഫണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ ആദ്യം വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു 3 ഹെഡ് ആയിട്ടാണ് നമുക്ക് ഷെഡ്യൂൾ 8A, 8A, 8B 3 ഉണ്ട്. പക്ഷെ നമുക്ക് പൊതുവെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിബഞ്ചേഴ്സ്, ഷെയർസ് അങ്ങനെയൊക്കെ വരാറുള്ളൂ പൊതുവെ. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ആ ഷെഡ്യൂളിൽ കാണിക്കേണ്ടുന്നത്. ദെൻ ലോൺസ്, കമ്പനി ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ലോൺസ് ഓൺ ഇൻഷുറൻസ് പോളിസീസും കമ്പനി ലോൺ കൊടുത്തിരിക്കുന്നു, മോർഗേജസ് ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഷെഡ്യൂൾ 9ൽ കാണിക്കുന്നത്. ഷെഡ്യൂൾ 9 ഇവിടെ നമുക്ക് അതിന്റെ താഴെ ഒന്നും ഷെഡ്യൂൾ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല. നെക്സ്റ്റ് വരുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. നമ്മൾ ഷെഡ്യൂൾ എഴുതി ഡിപ്രിസിയേഷൻ ഒക്കെ ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എടുത്ത് എഴുതുന്നു. ദെൻ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ലോങ് ടേം ഫണ്ടുകൾ കൂട്ടിയിട്ടാൽ നമുക്കൊരു എളുപ്പമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമുക്ക് ലോങ് ടേം ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യും. അപ്പൊ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ആ വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ ഈ ലോങ് ടേം ഫണ്ടിന്റെ കൂടെ വീണ്ടും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടോട്ടൽ ചെയ്തിടുക നമ്മുടെ ലോങ് ടേം ഫണ്ട് എത്രയൊക്കെ ഉണ്ട്.
ദെൻ അതിനുശേഷം നമ്മൾ കറണ്ട് അസറ്റിലേക്ക് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഷെഡ്യൂൾ 11 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ്. ദെൻ അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഷോർട്ട് ടേം ഫണ്ടുകളാണ്. ദെൻ അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ സബ് ടോട്ടൽ എ എന്ന് കാണിക്കുക. ദെൻ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ 13 ആണ്, പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ 14 ആണ്, സബ് ടോട്ടൽ ബി എന്ന് കാണിക്കുക. ദെൻ എ മൈനസ് ബി, ഈ എ മൈനസ് ബി ചെയ്യുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നെറ്റ് കറണ്ട് അസറ്റ്സ്. അത് ജസ്റ്റ് നമ്മളിവിടെ എടുത്തിടുക. ദെൻ മിസലേനിയസ് എക്സ്പെൻഡിച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ 15 നമ്മൾ കാണിക്കുന്നു. ദെൻ ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കാണിക്കുക. ദെൻ നമുക്ക് ഇവിടെ കിട്ടിയ ലോങ് ടൈം ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും വർക്കിംഗ് ക്യാപിറ്റലും ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ സോഴ്സസ് ഓഫ് ഫണ്ടിൽ കിട്ടിയ അതേ എമൗണ്ട് ഇവിടെയും നമുക്ക് ടോട്ടൽ കിട്ടും. നമുക്ക് ഇവിടെ സോഴ്സസ് ഓഫ് ഫണ്ടിൽ ഇവിടെ ടോട്ടൽ കിട്ടിയിട്ടുണ്ടല്ലോ, ഇതേ ടോട്ടൽ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി താഴെ വരുന്നത്, അതിന്റെ താഴെ നമുക്ക് ഫുട് നോട്ടായിട്ട് കണ്ടിൻജന്റ് ലയബിലിറ്റീസ് വരുന്നുണ്ട്. കണ്ടിൻജന്റ് ലയബിലിറ്റീസിൽ നമുക്ക് വരാവുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ക്ലെയിംസ് അതർ ദാൻ അഗൈൻസ്റ്റ് ഇൻഷുറൻസ് പോളിസീസ് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെറ്റ് ബൈ ദ കമ്പനി, അണ്ടർ റൈറ്റിംഗ് കമ്മിറ്റ്മെന്റ്സ്, ഗ്യാരണ്ടീസ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി, റീഇൻഷുറൻസ് ഒബ്ലിഗേഷൻസ്. ഇതൊക്കെയാണ് കോണ്ടിൻജന്റ് ലയബിലിറ്റി. അത് ബാലൻസ് ഷീറ്റിന്റെ താഴെ കോണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്യേണ്ടുന്ന ഐറ്റം അല്ല, താഴെ കാണിച്ചിരിക്കണം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ബാലൻസസ് അപ്പിയർഡ് ഇൻ ദ ബുക്സ് ഓഫ് ING ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് റവന്യൂ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31/3/2018. അപ്പൊ റവന്യൂ അക്കൗണ്ട് ജസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ട്രയൽ ബാലൻസ് ആണ്. അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ഏത് ഷെഡ്യൂളിൽ വരുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം ഷെഡ്യൂളുകൾ കംപ്ലീറ്റ് എഴുതണം. അപ്പൊ ഷെഡ്യൂളിൽ എവിടെ വരുന്നു അല്ലെങ്കിൽ റവന്യൂ ബാലൻസ് ഷീറ്റിൽ എവിടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് പോകും. ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം ഷെഡ്യൂൾ 5 ആണ് ഷെയർ ക്യാപിറ്റൽ. ഷെഡ്യൂൾ 5 ഷെയർ ക്യാപിറ്റൽ 50,000. നെക്സ്റ്റ് വരുന്നതാണ് ലൈഫ് അഷുറൻസ് ഫണ്ട് 1,30,300. ഇത് ഞാൻ പറഞ്ഞിരുന്നു ഷെഡ്യൂളുകൾക്കൊക്കെ ശേഷം ബാലൻസ് ഷീറ്റ് എഴുതുമ്പോ നമ്മുടെ പോളിസി ഹോൾഡേഴ്സിന്റെ ഫണ്ടിന്റെ കീഴിൽ വരുന്ന ഐറ്റമാണ് റവന്യൂ അക്കൗണ്ട് ലൈഫ് അഷുറൻസ് ഫണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞിട്ടുള്ള ബാലൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ജനറൽ റിസർവ്, കോണ്ടിൻജൻസി റിസർവ്. ഇത് രണ്ട് റിസർവുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെഡ്യൂൾ 6 നമ്മൾ കാണിക്കും ജനറൽ റിസർവ്, കോണ്ടിൻജൻസി റിസർവ്. നമ്മൾ റിസർവ് എഴുതി നമ്മൾ ആദ്യം ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷമേ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് എഴുതുള്ളൂ. പക്ഷെ ഞാൻ ഫോർമാറ്റിൽ വരുന്ന ഐറ്റംസ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു പോകുന്നതാണ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക, അതിനുശേഷം ബാലൻസ് ഷീറ്റ് ഫോർമാറ്റിലേക്ക് വരാം. പക്ഷെ ഞാൻ ഓരോ ഐറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ കുറയാൻ വേണ്ടിയിട്ടാണ്. ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ ഇല്ലാതെ വരുന്ന ഐറ്റംസും ഞാൻ ഒപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ. നമുക്കറിയാം ഡിപ്രിസിയേഷൻ ആണിത്. അപ്പൊ നമ്മൾ ബിൽഡിങ്ങിന്റെ ഫർണിച്ചറിന്റെ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യണം. ലെസ് ചെയ്യാനുള്ള ഡിപ്രിസിയേഷൻ ആണിത്. ദെൻ ബാലൻസ് ഓഫ് റവന്യൂ അക്കൗണ്ട്. ഇവിടെ റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് തന്നിരിക്കുന്നു 598. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു നമ്മുടെ ലൈഫ് അഷുറൻസ് ഫണ്ടിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ ചെയ്യേണ്ടുന്ന അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അതായത് അപ്രോപ്രിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്തതിന് ശേഷം മാത്രമുള്ള എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെന്റിലേക്ക് നോക്കുക. കണ്ടോ, ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻ 2 lakh ഉണ്ട്, ഡിവിഡന്റ് 1 lakh ഉണ്ട്. ഇതൊക്കെ റവന്യൂ അക്കൗണ്ടിൽ നിന്ന് ഈ ബാലൻസിൽ നിന്ന് പോവേണ്ടതാണ്. അപ്പൊ നമ്മൾ അത് ലെസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ലൈഫ് ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അഷുറൻസ് ഫണ്ടിന്റെ കൂടെ. അപ്പൊ നമ്മളത് നോക്കട്ടെ, അഡ്ജസ്റ്റ്മെന്റ് നോക്കുക. 598 ആണ് ബാലൻസ്. അതിൽ നിന്ന് പ്രൊപ്പോസ്ഡ് ഡിവിഡന്റും പ്രൊവിഷൻ ഫോർ ടാക്സേഷനും ലെസ് ചെയ്തു. അപ്പൊ നമുക്ക് 298 കിട്ടി. ഈ ഫണ്ടാണ് നമ്മൾ ലൈഫ് അഷുറൻസ് ഫണ്ടിൽ നമ്മൾ കാണിക്കുന്നത്. ലൈഫ് അഷുറൻസ് ഫണ്ടിന്റെ ഒപ്പം 298 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് നമ്മുടെ ബിൽഡിംഗ്, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ. ഷെഡ്യൂൾ 10 വരുന്ന ഐറ്റംസ് ആണ്. അതിൽ ബിൽഡിങ്ങിനും ഫർണിച്ചറിനും ഡിപ്രിസിയേഷൻ ഉണ്ട്. അത് ലെസ് ചെയ്താണ് നമ്മൾ എഴുതുന്നത്. നമുക്ക് ജസ്റ്റ് ഷെഡ്യൂൾ ഒന്ന് നോക്കാം. ഷെഡ്യൂൾ 10 ആണ്. ബിൽഡിംഗ് ലെസ് ഡിപ്രിസിയേഷൻ, ഫർണിച്ചർ ലെസ് ഡിപ്രിസിയേഷൻ, കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ.
നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റ്മെന്റ് ഷെഡ്യൂൾ 8 ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് എമൗണ്ട് നോക്കുക, 18,600, 78,670 ഒക്കെയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെഡ്യൂൾ ചെക്ക് ചെയ്യാം. 8ൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റി, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ സെക്യൂരിറ്റി 78,670 ഷെഡ്യൂൾ 8 ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഏജൻസ് ബാലൻസ്. ഈ ഏജൻസ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രധാനമായിട്ടും ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഏജൻസ് ആണ്. അപ്പൊ ഏജൻസിന് അങ്ങോട്ടേക്ക് ഡ്യൂ ഉണ്ടെങ്കിൽ ക്രെഡിറ്റിൽ വരും, അപ്പൊ കറണ്ട് ലയബിലിറ്റി ആണ്. ഇങ്ങോട്ടേക്ക് ഏജൻസി കമ്പനിക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഡെബിറ്റിൽ വരും. അപ്പൊ നമുക്ക് ഷെഡ്യൂൾ 12 അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സിലാണ് കാണിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്. അപ്പൊ ഷെഡ്യൂൾ 12ലും വരും, ഇത് 12ൽ വരും, ഇത് 13ൽ വരും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഷെഡ്യൂൾ 12ൽ വന്നു ഏജൻസ് ബാലൻസ് ഡെബിറ്റ് 129. ദെൻ ഷെഡ്യൂൾ 13ൽ വന്നു കറണ്ട് ലയബിലിറ്റിയിലെ ഏജൻസ് ബാലൻസ് ക്രെഡിറ്റ് 178. അതായത് കമ്പനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ ഡെബിറ്റും, കമ്പനി കൊടുക്കാനുള്ളതാണെങ്കിൽ ക്രെഡിറ്റിലും ആണ് വരിക. നെക്സ്റ്റ് വരുന്നതാണ് ലോൺ ഓൺ കമ്പനീസ് പോളിസി, മോർഗേജസ് ഇൻ ഇന്ത്യ. ഈ 2 ഐറ്റവും കമ്പനി കൊടുക്കുന്ന ലോണുകളാണ് മോർഗേജസ്. അപ്പൊ അത് ഷെഡ്യൂൾ 9 ആണ് വരുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് എമൗണ്ട് 35,750 45,600 രണ്ടും കമ്പനിയുടെ ലോണുകൾ, കമ്പനി കൊടുക്കുന്ന അഡ്വാൻസസ് ആണ്. അപ്പൊ ഷെഡ്യൂൾ 9 ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഷെഡ്യൂൾ 9 മോർഗേജസ് ഇൻ ഇന്ത്യ, കമ്പനീസ് ലോൺ ഓൺ പോളിസീസ്, അത് 2 ഐറ്റം ആണ് അതിൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം കിട്ടാനുണ്ട്. നമ്മുടെ ഷെഡ്യൂൾ 1ൽ വരുന്ന ഐറ്റം ആണ്. നമ്മളിപ്പോ ബാലൻസ് ഷീറ്റ് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീമിയം ഇങ്ങോട്ടേക്ക് കിട്ടാനുണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റ് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കത് ഔട്ട്സ്റ്റാൻഡിംഗ് ഐറ്റം ഇങ്ങോട്ടേക്ക് കിട്ടാനുള്ളതായതുകൊണ്ട് ഷെഡ്യൂൾ 12ലാണ് വരിക. ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം 340 നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടാനുണ്ട്. നെക്സ്റ്റ് വരുന്നത് പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്ത ടേമിലേക്കുള്ളത് ഇപ്പോഴേ കിട്ടി, അപ്പൊ അത് കറണ്ട് ലയബിലിറ്റി ആണ്. പ്രീമിയം അടുത്ത ടേമിലേക്കുള്ളതാണ് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു, സോ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പൊ ഷെഡ്യൂൾ 13ൽ വരും. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 418 കറണ്ട് ലയബിലിറ്റി ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, കൊടുക്കാനുണ്ട്. അപ്പോ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഒക്കെ കറണ്ട് ലയബിലിറ്റി ഒക്കെ ഷെഡ്യൂൾ 13. ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിംസ് 11,200. നെക്സ്റ്റ് വരുന്നതാണ് റീഇൻഷുറൻസ് കമ്പനി. അതായത് റീഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ബാലൻസ് ഡ്യൂ ടു ഓർ ഡ്യൂ ഫ്രം ആണ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്. അതായത് റീഇൻഷുറൻസ് കമ്പനിക്ക് ഒന്നുകിൽ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കിട്ടാനുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടാനുണ്ടെങ്കിൽ ഡെബിറ്റിലാണ് വരിക, കൊടുക്കാനുള്ളതാകുമ്പോൾ ക്രെഡിറ്റിൽ വരും. അപ്പൊ ഇവിടെ നമുക്ക് ബാലൻസ് ഡ്യൂ ടു ആണ്, ഡ്യൂ ഫ്രം അല്ല. ഡ്യൂ ഫ്രം ആണെങ്കിൽ ഡെബിറ്റിൽ എമൗണ്ട് വന്നേനെ, നമുക്കിവിടെ ക്രെഡിറ്റിലാണ് എമൗണ്ട്. ഇറ്റ് മീൻസ് ബാലൻസ് ഡ്യൂ ടു റീഇൻഷുറൻസ് കമ്പനി. അപ്പൊ ഷോർട്ട് ടൈം ലയബിലിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഷെഡ്യൂൾ 13ൽ വരും. The balance due to insurance company 3,590. Then stock of stationery നമുക്ക് ഷോർട്ട് ടൈം അസറ്റ് ആണ്. സ്റ്റേഷനറി നമുക്ക് അവിടെ സ്റ്റോക്ക് ഉണ്ട് 58. ഷോർട്ട് ടൈം അസറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് ഷെഡ്യൂൾ 12 ആണ്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 58. നെക്സ്റ്റ് വരുന്നതാണ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക്. ഷെഡ്യൂൾ 11 ആണ് ക്യാഷ് ഇൻ ഹാൻഡും അറ്റ് ബാങ്കും. ഷെഡ്യൂൾ 11 ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് 1,200. നെക്സ്റ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്. നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് കാണിക്കുമ്പോൾ നോർമലി അതിന് നമുക്ക് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എന്നുള്ള ഹെഡിൽ വരും. പക്ഷെ ഇവിടെ കമ്പനികൾക്ക് ഒരു നിയമമുണ്ട്. ഈ പ്രൊവിഷൻ ഒരുമിച്ച് നമുക്കൊരു പ്രൊവിഷനും തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും കൂടെ തന്നിരിക്കുന്നത് കൊണ്ട്, പ്രൊവൈഡിങ് ഫോർ ഇൻകം ടാക്സും കൂടെ തന്നേക്കുന്നതുകൊണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ടും രണ്ട് സ്ഥലത്തായിട്ട് കാണിക്കാറില്ല. ഇപ്പൊ അഡ്വാൻസസ് കൊണ്ടുപോയിട്ട് ഷെഡ്യൂൾ 12ലും പിന്നെ പ്രൊവിഷൻസി കൊണ്ടുപോയിട്ട് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും കാണിക്കുന്നതിന് പകരമായിട്ട് കമ്പനി ചെയ്യുന്നത് പ്രൊവിഷനിൽ അത് ലെസ് ചെയ്ത് കാണിക്കുകയും ചെയ്യാറുള്ളതാ. പ്രൊവിഷൻ ഫോർ ടാക്സേഷനില് നമുക്കുള്ള 200ൽ നിന്നും അഡ്വാൻസ് ടാക്സ്, അതായത് പ്രൊവിഷൻ 200 കിടക്കുന്നുണ്ട്, പ്രൊവിഷന്റെ 200 കിടക്കുന്നുണ്ട്. ഈ പ്രൊവിഷനിൽ നിന്നും അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് എത്രയുണ്ട് 125. അത് ഡിഡക്ട് ചെയ്ത് നമ്മുടെ പ്രൊവിഷനിൽ കാണിക്കുകയാണ് ചെയ്യാറ്.
പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻസിൽ വരുന്നതാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഒക്കെ. അപ്പോ 200ൽ നിന്നും 125 ലെസ് ചെയ്തു 75. അപ്പൊ നോർമലി പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന തിയറി അനുസരിച്ചിട്ട് നമ്മള് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുക, അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സിൽ കാണിക്കുക. അപ്പൊ ഇവിടെ പ്രൊവിഷൻ 200ഉം അഡ്വാൻസസിൽ 125ഉം കാണിക്കുക. പക്ഷെ അതിന് പകരം കമ്പനീസിന് ഒരു പ്രാക്ടീസ് ഉണ്ട്, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഐഡിയൽ ടു ഷോ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആൻഡ് അഡ്വാൻസ് ടാക്സ് പെയ്ഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ദ ബാലൻസ് ഷീറ്റ്. രണ്ടും ഒരുമിച്ച് കാണിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. നമുക്കറിയാം അത് ക്യാഷും ഡെപ്പോസിറ്റ് വിത്ത് ബാങ്കും വരുന്നുണ്ട് ഷെഡ്യൂൾ 11ല്. ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ഷെഡ്യൂൾ 11. നെക്സ്റ്റ് വരുന്നതാണ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇൻവെസ്റ്റ്മെന്റ്സില് നമുക്ക് കിട്ടാനുണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ ഷെഡ്യൂൾ 12 ആണ്. നമുക്ക് സംശയമൊന്നുമില്ല, ഇങ്ങോട്ടേക്ക് കിട്ടാനുള്ളതൊക്കെ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അപ്പോ 12. സൺട്രി ക്രെഡിറ്റേഴ്സും സൺട്രി ഡെറ്റേഴ്സും. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറന്റ് ലയബിലിറ്റി ഷെഡ്യൂൾ 13 ആണ്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 12 ആണ്. ജസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കാം. ഷെഡ്യൂൾ 12ല് സൺട്രി ഡെറ്റേഴ്സ് വന്നു. ഷെഡ്യൂൾ 13ല് സൺട്രി ക്രെഡിറ്റേഴ്സ് വന്നു. ഇനി നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യനിലെ. അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ആഫ്റ്റർ പ്രൊവൈഡ് 2 സ്ഥലത്ത് റവന്യൂ അക്കൗണ്ടിലും അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് നമ്മൾ പ്രൊവിഷനിൽ കാണിക്കുന്നു. ഇൻകം ടാക്സിന്റെ പ്രൊവിഷനും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ആ ഫോർമാറ്റിലേക്ക് അതൊന്ന് എടുത്ത് എഴുതുന്നത് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ് ING ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഷെഡ്യൂളിന് കോളം വേണം, എമൗണ്ട് കോളം. ഫസ്റ്റ് വരുന്നത് സോഴ്സസ് ഓഫ് ഫണ്ട് ആണ്. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, സോഴ്സസ് ഓഫ് ഫണ്ടും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും. അപ്പൊ സോഴ്സസ് ഓഫ് ഫണ്ടിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, നമുക്ക് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഷെഡ്യൂൾ എഴുതിയിട്ടുണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ ഷെഡ്യൂൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ എമൗണ്ട് നമുക്ക് നോക്കാം. 47,016. റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ എമൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. റിസർവ്സ് ആൻഡ് സർപ്ലസ് 47,016. ഇവിടെ എഴുതിയ അതേ എമൗണ്ട് ആണ് നമ്മൾ അങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നത്. ഓരോ ഷെഡ്യൂളിനും അങ്ങനെയാണ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ ഫെയർ വാല്യൂ അക്കൗണ്ട് ഒന്നും നമുക്ക് തന്നിട്ടില്ല. ബോറോയിങ്സ് പറഞ്ഞിട്ടൊന്നും കമ്പനിക്ക് ബോറോയിങ്സ് ഉള്ളതായിട്ട് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കാണിച്ചില്ല. പോളിസി ഹോൾഡേഴ്സിൽ ഫണ്ടിൽ നമുക്ക് ലൈഫ് അഷുറൻസ് ഫണ്ടിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് ഞാൻ പറഞ്ഞു, അതിൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും പ്രൊപ്പോസ്ഡ് ഡിവിഡന്റും ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള ബാലൻസ് 598 ആയിരുന്നു ബാലൻസ്. നമ്മൾ ഇൻകം ടാക്സും ഡിവിഡന്റും ലെസ് ചെയ്തിട്ട് ബാക്കി 298 എടുത്തു. അങ്ങനെ നമുക്ക് ടോട്ടല് 1,30,598 കിട്ടി. ഇപ്പൊ നമ്മുടെ സോഴ്സസ് ഓഫ് ഫണ്ട് അഥവാ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഈ കറന്റ് ലയബിലിറ്റി എഴുതിയിട്ടില്ല, അത് നമ്മൾ ലോങ് ടേം അസറ്റ്സിന് താഴെയാണ് നമ്മൾ എഴുതാറുള്ളത്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്നുള്ള ഹെഡിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ ആദ്യം ലോങ് ടേം ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, ലോങ് ടേം അസറ്റ്സിൽ എന്തിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി ചെയ്തിട്ട് നെറ്റ് കറന്റ് അസറ്റ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ഷെഡ്യൂൾ എഴുതിയിട്ടുണ്ട്. ആ ഷെഡ്യൂളിൽ നമുക്ക് 97,270 കിട്ടി. ലോൺസ് ഷെഡ്യൂൾ 9 81,350 കിട്ടി. ഫിക്സഡ് അസറ്റ്സ് ഷെഡ്യൂൾ 10 47,568. ഇത് ഓരോന്നും ആ ഷെഡ്യൂളിൽ എഴുതിയിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് ആണ്. വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫിക്സഡ് അസറ്റ്സ് 47,568. ഷെഡ്യൂൾ 10 47,568 നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഫിഗർ ആണത്. ഇനി നമുക്ക് നമ്മുടെ ലോങ് ടേം ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത്രയും എമൗണ്ടുകൾ ഒന്ന് ടോട്ടൽ ചെയ്തിടുക, അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരും. കാരണം പിന്നെ ആഡ് ചെയ്യാനുള്ള നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നെറ്റ് കറന്റ് അസറ്റ് ആണ് നമുക്ക് ആഡ് ചെയ്യാനുള്ള എമൗണ്ട്. ഇത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് കണ്ടോ, കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സബ് ടോട്ടല് കറന്റ് അസറ്റിന്റെ ടോട്ടല് കറന്റ് ലയബിലിറ്റിയുടെ ടോട്ടല്, അത് മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് കറന്റ് അസറ്റ് A - B ചെയ്ത് നമുക്കിവിടെ ടോട്ടൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഇവിടെ ഒന്ന് നമ്മൾ ടോട്ടൽ ചെയ്തിടുക. ഈ ലോങ് ടേം ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് നമ്മൾ ടോട്ടൽ ചെയ്തിടുമ്പോൾ നമുക്ക് 2,26,188 കിട്ടും. ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്തിടുക. ഇനി കറന്റ് അസറ്റ്സിലേക്ക് പോവുക. നമ്മുടെ ഷെഡ്യൂൾ 11 16,200 ആണ്. ഷെഡ്യൂൾ 12 1,097 ആണ്. അപ്പൊ സബ് ടോട്ടൽ A കറന്റ് അസറ്റ്സ് നമുക്ക് എത്ര കിട്ടി, 17,297. ഇനി കറന്റ് ലയബിലിറ്റിയിലേക്ക് വരുമ്പോൾ കറന്റ് ലയബിലിറ്റിയും പ്രൊവിഷനും ആണ് ഇവിടെ എടുക്കുക. കറന്റ് ലയബിലിറ്റിയിൽ 13 ഉണ്ട്,
13 ഷെഡ്യൂളിൽ നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. 14 നമ്മൾ കണ്ടു. ഷെഡ്യൂൾ 14 നമ്മൾ ഇവിടെ കണ്ടിരുന്നു. ഷെഡ്യൂൾ 14 പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 100 ഉണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 175 കിട്ടിയിരിക്കുന്നത്. 175. അപ്പൊ കറണ്ട് അസറ്റ്സിന്റെ ടോട്ടല് 17,297 മൈനസ് കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടല് 15,871 മൈനസ് ബി. നമുക്ക് കിട്ടുന്ന നെറ്റ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1,426 ആണ്. ദെൻ നമുക്ക് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള ഒരു ഐറ്റം ഇവിടെ തന്നിട്ടില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലോങ് ടേം ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും ദെൻ നമ്മുടെ നെറ്റ് കറണ്ട് അസറ്റും കൂടെ ആഡ് ചെയ്യും. ഈ രണ്ട് എമൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2,27,614. ഇത് നമ്മുടെ സോഴ്സസ് ഓഫ് ഫണ്ടിന് ഈക്വലന്റ് ആണ്. ഈ ടോട്ടലിന് തുല്യമായിട്ട് നമുക്ക് ഈ എമൗണ്ട് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഷെഡ്യൂളുകളൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം വേണം ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് പഠിക്കാൻ. ഷെഡ്യൂൾ ഉള്ള ഐറ്റംസ് കൂടാതെ അതിനൊപ്പം തന്നെ നമുക്ക് ഷെഡ്യൂളുകൾ ഇല്ലാത്ത ഐറ്റംസും ഉണ്ട്. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് വേണം ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് പഠിക്കാൻ.